നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. ഇന്ന് കവിതയെക്കുറിച്ചിട്ടും അതിൻ്റെ തുടക്കത്തെക്കുറിച്ചുമൊക്കെ പറയുന്നതിന് മുമ്പായി ഒരു ചിത്രീകരണത്തെക്കുറിച്ചിട്ടാണ് നിങ്ങളോട്, എൻ്റെ സുഹൃത്തുക്കളോട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നുമല്ല, 2023 നവംബർ 17 ആണ് ആദ്യമായി ഈ കവിതാ സമാഹാരത്തെക്കുറിച്ചും അതിനെക്കുറിച്ചിട്ടുള്ള ഡിസ്കഷൻസുമൊക്കെ ആയിട്ട് ഞാനും സ്പാർക്ക് മീഡിയയുടെ CEO ശ്രീ ജാജയും എഡിറ്റർ ഗീതിയ എസ് അജയും എൻ്റെ അടുത്ത സുഹൃത്തും ഖത്തർ ടൈംസിൻ്റെയും എഡിറ്ററുമായ ശ്രീ മുഹമ്മദ് സഹീർ പണ്ടാരത്തിൽ, പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ സപ്പോർട്ട് നൽകിയിട്ടുള്ള പാലക്കാട് സ്വദേശിയായ പ്രവീൺ കുന്നത്ത്, മറ്റു ചില സുഹൃത്തുക്കളായ ഹരിക്കുപ്പം, സഞ്ജു ചെറുത്താനി, അങ്ങനെ 7-8 പേരുടെ അശ്രാന്ത പരിശ്രമം കൊണ്ടാണ് ഇങ്ങനൊരു പ്രോജക്റ്റ് ചെയ്യാൻ ഞങ്ങൾ തീരുമാനിക്കുന്നത്. എനിക്കറിയില്ല, പക്ഷേ ഞങ്ങളുടെ അന്വേഷണത്തിൽ ഇതുപോലെ ഒരു അവതരണം മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഇതിൻ്റെ കാരിക്കേച്ചർ വരച്ച മുഹമ്മദ് സഹീർ ഭണ്ഡാരത്തിൽ കവിയും എഴുത്തുകാരനും ഒക്കെയാണ്. ഒരു ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹം. എൻ്റെ എത്രയോ കാരിക്കേച്ചറുകൾ, ഏകദേശം 101ഓളം കാരിക്കേച്ചറുകൾ വരച്ചുണ്ടാക്കുക, അതിൽ തൃപ്തിയില്ലാത്തവ തിരിച്ച് അയച്ചു കൊടുക്കുക, എൻ്റെ ഇഷ്ടവും ഇഷ്ടക്കേടുകളും മനസ്സിലാക്കി വീണ്ടും വീണ്ടും തിരുത്തി അത് അയക്കുക, അതിനുശേഷം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള സുഹൃത്തുക്കളുടെ സഹായത്തോടുകൂടി ഇറ്റലിയിലെയും ജർമ്മനിയിലെയും സൗദിയിലെയും മസ്കറ്റിലെയും അങ്ങനെ ലോകത്തിലെ 10-25 രാജ്യങ്ങളിലെ വിവിധ ദൃശ്യങ്ങൾ കളക്ട് ചെയ്ത് അതൊക്കെ ഇതിൽ ചേർക്കുക. അതുപോലെ ഒരുപാട് വീഡിയോകൾ ചെയ്ത് അയച്ചു തന്ന എൻ്റെ ഷോർട്ട് ഫിലിമായ മറന്നു നീയൻ എന്ന ചിത്രത്തിലെ നായകനായ സംഗീത ശേഷൻ, അദ്ദേഹം ഒരുപാട് വീഡിയോകൾ ചെയ്ത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞ രീതിയിൽ. അതേപോലെ തന്നെ അബുദാബിയിൽ ജോലി ചെയ്യുന്ന ഹരിക്കുപ്പം, അറിയിൽ ജോലി ചെയ്യുന്ന സഞ്ജു ചെറുത്താനി, അങ്ങനെ ഒരുപാട് പേർ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി വളരെയധികം സപ്പോർട്ടും വളരെയധികം ബുദ്ധിമുട്ടുകളും സഹിച്ചാണ് ഇങ്ങനൊരു പ്രോജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ആദ്യം കാരിക്കേച്ചർ, പിന്നെ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്, അതിനുശേഷം ഇങ്ങനെ ഈ കവിത ജനിച്ചു എന്നതിനെക്കുറിച്ചിട്ടുള്ളൊരു ബ്രീഫ്, അതിനുശേഷം കവിതയും അതിൻ്റെ വിഷ്വൽസും കൂടിയുള്ള വീഡിയോ, ഇതെല്ലാം സമന്വയിപ്പിച്ചാണ് ഒരു 15 മിനിറ്റ് 20 മിനിറ്റുള്ള ഒരു എപ്പിസോഡ് തയ്യാറാക്കിയെടുക്കുന്നത്. ഏകദേശം 10, 16, 18 മണിക്കൂറുകളാണ് ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. കവിത ശരിയാവുമ്പോൾ ആലാപനം ശരിയല്ല, ആലാപനം ശരിയാവുമ്പോൾ അതിനനുസരിച്ചുള്ള വിഷ്വൽസ് കിട്ടുന്നില്ല, വിഷ്വൽസ് ശരിയാവുമ്പോൾ ആലപിച്ചതിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നു. പിന്നെ ഗായകർ പലരും പാടി അയച്ചു തരാം, മ്യൂസിക് ചെയ്തു തരാം, അപ്പോൾ അവരുടേതായിട്ടുള്ള ഒരുപാട് തടസ്സങ്ങൾ. ഇങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഒടുവിൽ തുടങ്ങി വെച്ച പ്രോജക്റ്റ് പൂർത്തീകരിച്ചില്ലെങ്കിൽ പിന്നെ നാം എന്തിന് ജീവിക്കുന്നു, അല്ലെങ്കിൽ നാം എന്തിനു തുടങ്ങി വെച്ചു എന്നൊരു ചോദ്യം സ്വാഭാവികമാണ്. അത് സിനിമയായാലും ശരി, ഡോക്യുമെൻ്ററി ആയാലും ശരി,
കഥയായാലും ശരി, കവിതയായിരുന്നാലും ശരി, എല്ലാത്തിനും അതിൻ്റെ പിന്നാമ്പുറത്ത് ഒരുപാട് ക്ലേശങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും അനുഭവിച്ചേ മതിയാകും. പക്ഷേ ഇത്തരുണത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ചെയ്യുന്ന എൻ്റെ വീഡിയോകൾ മിക്കതും കവിതയെക്കുറിച്ചിട്ടുള്ള കവിത എങ്ങനെ ജനിക്കാൻ കാരണഭൂതമായി എന്നുള്ള 5, 6 അല്ലെങ്കിൽ 7 മിനിറ്റോ ഉള്ള ഒരു വീഡിയോ ചെയ്യാൻ ഏകദേശം ഞാൻ എടുക്കുന്ന സമയം 8 മണിക്കൂറോളമാണ്. 8 മണിക്കൂർ എന്ന് ചോദിക്കാൻ വീടിനുള്ളിൽ പ്രത്യേക അറേഞ്ച്മെൻറ്റ്സുകളൊക്കെ ചെയ്ത് ഒരു എപ്പിസോഡിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം അടുത്ത എപ്പിസോഡിൽ നിന്ന് വ്യത്യസ്തമായിരിക്കണം അടുത്ത എപ്പിസോഡിൽ. അങ്ങനെ ഓരോന്നിനും വിവിധ തരം സെറ്റപ്പ് ഉണ്ടാക്കുക. പിന്നെ ലൈറ്റിങ്സ്, ഒരു മുറിയിലെ ലൈറ്റ് ശരിയാവും, മറ്റേ മുറിയിലെ ലൈറ്റ് ശരിയാവില്ല. ഇതും കൂടെ ഇടുമ്പോൾ ഓവർ ലൈറ്റ് ആവും. പിന്നെ ശബ്ദശല്യം, വാഹനങ്ങളുടെ ഒഴുക്ക്, അതൊന്നും ഇല്ലാത്ത സമയത്ത് വേണം ഇത് ഷൂട്ട് ചെയ്യാൻ. അത് രാത്രിയുടെ 2-ാം യാമം ത്താണ് പിൻ സൈലൻ്റ് ആയിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവുക. അപ്പോൾ 101 എപ്പിസോഡിന് 101 കോസ്റ്റ്യൂംസ് ഉണ്ടാക്കുക എന്ന് പറയുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചിന്തകൾ, പിന്നെ ഒരിക്കൽ കാണിച്ച പ്രതിബിംബങ്ങൾ, ഒരിക്കൽ കാണിച്ച ഫ്രെയിം വർക്കുകൾ, അതിൽ ആഡ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ, പുസ്തകങ്ങൾ, എന്തിന് നിസ്സാരം നമ്മുടെ കണ്ണാടി പോലും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു മുൻകൂട്ടിയുള്ളൊരു ധാരണ, അതോടൊപ്പം തന്നെ അതെല്ലാം അറേഞ്ച് ചെയ്തതിന് ശേഷം എല്ലാ മുറികളിലെയും ലൈറ്റിങ്സ് നമുക്ക് ശരിയാവുന്നുണ്ടോ ശരിയാവുന്നില്ലേ എന്ന ചിന്തകൾ. അത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ മതിയോ അതോ ശരിയായോ എന്നുള്ള തോന്നലുകൾ. പിന്നെ നമ്മുടെ ശബ്ദം എങ്ങനെ അതിൽ പ്രതിഫലിച്ചു എന്നുള്ള ചിന്തകൾ. ഇതെല്ലാം ഇങ്ങനെ മാറി മറിഞ്ഞ് വരികയാണ്. അപ്പോൾ ഇതെല്ലാം ശരിയാക്കി ചിത്രീകരിച്ച് വീണ്ടും കണ്ട് അതിലെ പോരായ്മകളും മറ്റും തീർത്ത് വീണ്ടും എഡിറ്റിങ്ങിലേക്ക് പോകുന്നു. എഡിറ്റിംഗ് കഴിഞ്ഞ് വീണ്ടും കണ്ട് തൃപ്തിയായെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ ശേഷം ഈ വീഡിയോ ഖത്തറിലുള്ള എൻ്റെ സുഹൃത്തായിട്ടുള്ള മുഹമ്മദ് സഹീറിനെ അയച്ചു കൊടുക്കുന്നു. അദ്ദേഹം തിരക്കൾക്കിടയിലും ജീവിത സാഹചര്യങ്ങൾക്കിടയിലും നമ്മൾ തുടങ്ങി വെച്ച പ്രോഗ്രാം എത്രയും സുന്ദരമായി തീരണം, എത്രയും നല്ല രീതിയിൽ അവസാനിപ്പിക്കണം എന്നുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലും നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കൂട്ടായിട്ടുള്ള പരിശ്രമത്തിൻ്റെ പുറത്താണ് ഇതെല്ലാം ചിത്രീകരിച്ചതും ഇതെല്ലാം അറേഞ്ച് ചെയ്തതും. അപ്പോൾ എന്തിനാ ഇത് പറയുന്നതെന്ന് വെച്ചാൽ 6 മിനിറ്റുള്ള ഒരു വീഡിയോ സൃഷ്ടിച്ചെടുക്കാൻ അതിൻ്റെ പിന്നാമ്പുറം, അതിൻ്റെ പിന്നിലുള്ള സഹനം, പിന്നിലുള്ള പ്രവർത്തികൾ, അതെല്ലാം വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ്. ഏകദേശം 8 മാസത്തോളം എടുത്താണ് ഇതിൻ്റെ ചിത്രീകരണങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. വളരെ നിസ്സാരമായി കരുതുമെങ്കിലും ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഇത്ര ടൈം എടുക്കുമോ, അല്ലെങ്കിൽ ഒരു കവിത അവതരിപ്പിക്കാൻ ഇത്രയും സമയമെടുക്കുമോ എന്ന് ചിന്തിക്കുന്നവർ ധാരാളം പേരാണ്. പലരും എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, ഇതിലെന്തിരിക്കുന്നു ഇത്ര പ്രത്യേകത? പക്ഷെ നമ്മളൊന്ന് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അതിൻ്റെ ദൃശ്യങ്ങളുടെ സൗന്ദര്യം അതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഓരോന്നും ചെയ്യാൻ. അപ്പോൾ ഒരു മുറിക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു ഹാളിനുള്ളിൽ അല്ലെങ്കിൽ ഒരു വീടിനുള്ളിൽ നമ്മളൊന്ന് ചിത്രീകരിക്കുമ്പോൾ അതിൻ്റെ ലൈറ്റപ്പ്, അതിൻ്റെ ശബ്ദവിന്യാസം, അതിൻ്റെ സംഗീതം, അങ്ങനെ പലതും നമ്മൾ നോക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഒരു സൃഷ്ടി പൂർണ്ണമാകുകയുള്ളൂ. ഇവിടെ ഓരോ ബിംബങ്ങളും ഓരോ എപ്പിസോഡ് ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ചിന്തകൾ, ഒരു കവിതയെപ്പറ്റി പറഞ്ഞ് കഴിഞ്ഞ് അത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത കവിത ജനിച്ചതിനെ പറ്റിയിട്ടൊരു
പ്രീ ഗ്രാഫ് നമ്മൾ ഉണ്ടാക്കും. അതെല്ലാം എഴുതി കുറിച്ച് റെഡിയാക്കി അതെങ്ങനെ അവതരിപ്പിക്കണം, ആ കവിത ജനിക്കാനുണ്ടായ സാഹചര്യങ്ങൾ, അതിനുവേണ്ടി ചെലവഴിക്കുന്നു 3-4 മിനിറ്റുകൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇത് ഷൂട്ട് ചെയ്യാനായിട്ട് വന്നിരിക്കുമ്പോൾ ചില സമയങ്ങളിൽ നമ്മുടെ മനസ്സ് ശരിയല്ലായിരിക്കും, ചില സമയങ്ങളിൽ നമ്മുടെ മനസ്സ് വളരെ അസ്വസ്ഥമായിരിക്കും, ചില സമയങ്ങളിൽ ഷൂട്ട് ചെയ്യാം എന്ന് തയ്യാറെടുത്ത് വരുമ്പോൾ വീട്ടിൽ ഗസ്റ്റുകൾ വരുന്നു. അപ്പോൾ അവർ വരുമ്പോൾ അവരോട് സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ട അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ പ്രതിഫലിച്ച വികാരം അല്ലെങ്കിൽ വിചാരം വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ രാത്രി 2-2:30-3 മണിയാണ്. ഒരു എപ്പിസോഡിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞ ശേഷം ഇത് ഖത്തറിലേക്ക് അയച്ച് അദ്ദേഹത്തിൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന ശേഷം കുടുംബകാര്യങ്ങളുമെല്ലാം നോക്കിയ ശേഷം അദ്ദേഹം അത് കണ്ട് അതിന് പറ്റിയ വിഷ്വൽസ്, ഞാൻ എന്താണ് ഒരു കവി ആ കവിതയെ എങ്ങനെ സമീപിക്കുന്നു, എങ്ങനെയാണ് അതിൻ്റെ തുടക്കം, എങ്ങനെയാണ് അതിൻ്റെ ഒടുക്കം, ഇതെല്ലാം മനസ്സിലാക്കി അതിന് പറ്റിയ വിഷ്വൽസ് സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അതിനൊരു ഉദാഹരണം കൂടെ പറയാം. പമ്പയാറിൻ തീരത്തെന്ന് പറഞ്ഞിട്ടുള്ളൊരു കവിതയുണ്ട്. അപ്പോൾ അത് ആറന്മുള ക്ഷേത്രവും ഉത്രട്ടാതി വള്ളംകളിയൊക്കെ ഇവിടെ സങ്കല്പിച്ചിട്ടാണ് ആ സൃഷ്ടി നടത്തിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ തോന്നലുകളും എൻ്റെ സങ്കല്പങ്ങളും ഞാൻ ചെയ്ത കാര്യങ്ങളും ഞാൻ ഊഹിച്ച കാര്യങ്ങളും ഞാൻ അനുഭവിച്ചറിഞ്ഞ അനുഭവങ്ങളും ഇതെല്ലാം എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്, ഇന്നോ ഇന്നലെയോ ഒന്നുമല്ല. അപ്പോൾ അത് ഓർത്തെടുത്ത് നമ്മളതിൽ പറയുകയാണ്. അപ്പോൾ ഇത് പറയാതെയാണ് ഇതിൻ്റെ കവിത മാത്രം ഞാൻ ആരംഭിച്ച് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തത്. അപ്പോൾ അദ്ദേഹം അത് ചെയ്യുമ്പോൾ പമ്പയാറിൻ തീരത്താണല്ലോ. അപ്പോൾ പമ്പ ശബരിമലയുടെ ആ പുണ്യനദിയാണ്. ശബരിമലയിലേക്ക് പോകുന്നവർക്കെല്ലാം മറക്കാമതല്ല പമ്പയാറുമായിട്ടുള്ള ബന്ധമുള്ള സീനുകൾ. അപ്പോൾ അദ്ദേഹം അത് പമ്പയാറും ശബരിമലയും അതുമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തി നല്ലൊരു വീഡിയോ എനിക്ക് അയച്ചു തരികയുണ്ടായി. അപ്പോൾ അത് കണ്ട ശേഷം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാൻ ഉദ്ദേശിക്കുന്നതും ഞാൻ സങ്കല്പിച്ചതും ഞാൻ ആ കവിതയിൽ എങ്ങനെയാണ് പ്രതിപാദിച്ചതും എല്ലാം തിരുവോണത്തോണി വരുന്നതും അതുമായിട്ടുള്ള ഉത്രട്ടാതി വള്ളംകളിയും ആ വള്ളംകളി 1-2 തവണ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് കണ്ടിട്ടുള്ള അതിൻ്റെ അനുഭവങ്ങളൊക്കെ കൂടെ ക്രോഡീകരിച്ചിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് രണ്ടാമതും ഞാൻ ചെയ്ത ഈ കവിതയെക്കുറിച്ച് പറഞ്ഞ് അത് അയച്ചു കൊടുത്ത ശേഷമാണ് വളരെ നല്ല രീതിയിൽ ഒരു വീഡിയോ അദ്ദേഹം വളരെ ബുദ്ധിമുട്ടി ചെയ്ത് എനിക്ക് അയച്ചു തന്നത്. അപ്പോൾ ഒന്നിനെപ്പറ്റി അനുഭവിച്ചറിയുന്ന അനുഭവങ്ങളിലൂടെ നമ്മൾ ഒരു വീഡിയോ ഉണ്ടാക്കുമ്പോഴും അറിയാതെ അത് സൃഷ്ടിക്കുമ്പോഴും അതിൻ്റെ ഭാവതലങ്ങൾ വ്യത്യസ്തമാണ്. ഓരോ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയും 3 ദിവസം, ഒരാഴ്ചയിലെ 3 ദിവസങ്ങളിൽ ഇത് അപ്ലോഡ് ചെയ്യുകയാണ് രാത്രി 9-10 മണിക്ക്. സ്പാർക്ക് മീഡിയയുടെ CEO ആയിട്ടുള്ള ഷെയ്ജ ജയ് ജേർണലിസ്റ്റാണ്. ഇപ്പോൾ ഒരു ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസറാണ്. വളരെ കഴിവുള്ള ജേർണലിസത്തെ പറ്റിയും പത്രധാരത്തെ പറ്റിയും എല്ലാം വളരെ മികവുറ്റ ഒരു സ്ത്രീരത്നമാണ്. രാത്രി 12 മണിക്കും 1 മണിക്കും പലപ്പോഴും ഫോണിലൂടെ വിളിച്ച് പറഞ്ഞ് അതിലെ കറക്ഷൻസും കാര്യങ്ങളെല്ലാം തിരുത്തി അപ്ലോഡ് ചെയ്ത് വരുമ്പോൾ രാത്രി 2-3 മണി സമയമാണ്. അവരുടെ 2 കുഞ്ഞുങ്ങൾ, പഠിക്കുന്ന 2 കുഞ്ഞുങ്ങൾ, വീട്ടുകാര്യങ്ങളും എല്ലാം നോക്കിയിട്ടാണ് ഇതുകൂടെ ചെയ്യുന്നത്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ട് അവരുടെ എഫിഷ്യൻസി, അവരുടെ കഴിവുകൾ അതെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് 3 സ്ഥലത്തിരുന്നിട്ട് ഞങ്ങളിത് ചെയ്ത് ഓരോ ദിവസവും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ചില ദിവസം അപ്ലോഡ് ചെയ്യാൻ ഒരുപാട് സമയം പിടിക്കും. എന്നാലും ഈ 9 മാസക്കാലം ഒരു മുടക്കവും കൂടാതെ കാലമേ പാർവതിയോട് പറയൂ എന്ന കവിതാ സമാഹാരം ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ പൂർത്തിയാക്കാൻ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഇന്നും കൂടി ആകുമ്പോൾ, ഇന്നത്തെ എപ്പിസോഡ് ആകുമ്പോൾ 94 എപ്പിസോഡുകൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി ആകെ 7 എപ്പിസോഡുകൾ മാത്രമാണ് ബാക്കി. അപ്പോൾ ഈ 7 എപ്പിസോഡുകളുടെയും ഷൂട്ടിങ്, വീഡിയോഗ്രാഫിയും അതെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് പറയാൻ കാരണം, ഇടയ്ക്കൊരു വേറൊരു പ്രമുഖ പത്രത്തിൻ്റെ ജേർണലിസ്റ്റുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഇതൊക്കെ ഞങ്ങൾ വളരെ ഈസിയായിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ലേ, ഒരെണ്ണം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ അത് ചെയ്യാം, ഇതിനൊക്കെ അത്ര വലിയ പാടുണ്ടോ എന്ന് തമാശന് വേണ പറഞ്ഞെങ്കിൽ, ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഒന്ന് സൃഷ്ടിക്കുമ്പോൾ അത് കാലാകാലങ്ങളോളം നിലനിൽക്കേണ്ടതാണ്. ഇപ്പം എൻ്റെ സ്വരം, ഞാൻ വലിയ ഗായകനൊന്നുമില്ല, പക്ഷേ എനിക്ക് എൻ്റേതായിട്ടുള്ള ആലാപന രീതിയിലേ എനിക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ അതനുസരിച്ചിട്ട് നമ്മുടെ ജന്മസിദ്ധമായിട്ടുള്ള ശബ്ദത്തിൽ നമ്മളത് പാടി അവതരിപ്പിക്കുന്നു, അതിന് ദൃശ്യാവിഷ്കാരം സൃഷ്ടിക്കുന്നു, അത് അപ്ലോഡ് ചെയ്യുന്നു. പക്ഷെ ഒരു 5 മിനിറ്റിൻ്റെ അല്ലെങ്കിൽ 7 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്ത് അത് വേണ്ട രീതിയിൽ കോർത്തിണക്കി ഒരു സൃഷ്ടിയായി പുറത്തു വരാൻ ഒരുപാട് പ്രയത്നങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ. ആ പ്രയത്നങ്ങളുടെ ഒരു ഭാവമാണ് ഞാനിപ്പോൾ നിങ്ങളോട് അവതരിപ്പിച്ചത്. 101 എപ്പിസോഡിന് 101 ഷർട്ടും അതിനുവേണ്ട ഡ്രസ്സും അതിനുവേണ്ട മാച്ചിങ്സും ഒന്നും നമുക്ക് ഇത്തരണത്തിൽ നമുക്ക് ശ്രമിച്ച് കരുതി വയ്ക്കാൻ വളരെ പാടാണ്. 10, 30, 40 ഷർട്ടുകളൊക്കെയാണ് നമുക്ക് ഒരുവിധം ഒപ്പിക്കാം. പക്ഷെ ഓരോന്നിനും കളർ പാറ്റേൺസ് ഇങ്ങനെ മാറ്റി വരണമെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് തലപുകഞ്ഞ് ചിന്തിക്കേണ്ടതുണ്ട്. കഴിഞ്ഞതിൻ്റെയും അതിൻ്റെ മുമ്പത്തെ എപ്പിസോഡുകളിൽ ഇത് ചിരിക്കാനും ചിന്തിക്കാനും വേണ്ടി പറയുകയാണ്. ഒരു കളർ പാറ്റേൺ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മളതിന് നമ്മുടെ ഫേസിനും നമ്മുടെ ഫിഗറിനും നമ്മുടെ ശരീരത്തിനും അതൊക്കെ യോജിച്ചിരിക്കണം. എങ്ങനെയെങ്കിലും വന്ന് കുളിച്ചിട്ട് വന്ന് ഒരു തോർത്തെടുത്തിട്ട് ഒന്ന് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നതും അതിൻ്റേതായിട്ടുള്ള സെറ്റപ്പോടുകൂടി വന്ന് നിൽക്കുന്നതും വളരെ വ്യത്യസ്തമാണ്. ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ എൻ്റെ ഇതൊക്കെ ചിരിക്കാൻ വേണ്ടിയും അതിനെപ്പറ്റി ചിന്തിക്കാൻ വേണ്ടിയിട്ടുമാണ് ഒരു 5-6 ഷോർട്ട് ഫിലിംസും ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും ഒക്കെ ചെയ്തിട്ടുള്ള ആ അനുഭവങ്ങൾ, എങ്ങനെ ഒരു കളർ കോഡ് ഉണ്ടാക്കും, ഒരു കളർ പാറ്റേൺ ഉണ്ടാക്കും, അല്ലെങ്കിൽ എങ്ങനെ വിഷ്വൽസ് നമുക്ക് ജനങ്ങൾക്ക് അല്ലെങ്കിൽ കേൾക്കുന്നവർക്ക് അല്ലെങ്കിൽ കാണുന്നവർക്ക് ആസ്വാദ്യകരമാവും എന്നൊക്കെ ചിന്തിച്ചിട്ട് വേണം നമ്മളൊന്ന് ചെയ്യാൻ. നമ്മുടെ കഴിവുകേടുകളും ഒക്കെ നമ്മൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കണം. അവിടെയൊന്നും നമ്മുടെ മനസ്സ് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. ഒരു സിനിമ, ഒരു തമിഴ് ഫിലിം ചെയ്യണമെന്നുള്ള അഷ്ടാന്ത പരിശ്രമത്തിലാണ് ഇതെല്ലാം. അപ്പോൾ ശരവൺ മഹേശ്വർ എന്ന് പറഞ്ഞ എഴുത്തുകാരനും ശരവൺ മഹേശ്വർ എന്നുള്ള ഹ്രസ്വ ചിത്രങ്ങളുടെ സംവിധായകനും കാണുന്ന കാഴ്ചപ്പാടുകൾ വ്യത്യസ്തങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഒരു മാധ്യമത്തിൻ്റെ അല്ലെ ഒരു പത്രത്തിൻ്റെ ഒരു കറസ്പോണ്ടൻറ്റുമായിട്ട് സംസാരിച്ചപ്പോൾ ഇതിനൊക്കെ ഇത്ര പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഉണ്ടായ ഒരു തോന്നലാണ് ഇങ്ങനൊരു വീഡിയോ ഉണ്ടാക്കാൻ കാര്യം. ഒരെണ്ണത്തിൽ ചെമ്പൂടം വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണത്തിൽ വിളക്ക് വയ്ക്കും, ഒരെണ്ണത്തിൽ വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണത്തിൽ ഗിത്താർ വയ്ക്കും, ഒന്നിൽ ഗിത്താർ വെച്ച് കഴിഞ്ഞാൽ അടുത്ത സിത്താർ വയ്ക്കും. അപ്പോൾ ഇതെല്ലാം അവിടെ നിന്നും ഇവിടെ നിന്നും എല്ലാം സംഘടിപ്പിച്ച് വെച്ച് ആ ഫ്രെയിംസിന് അനുയോജ്യമാണോ, ആ ഫ്രെയിംസിൻ്റെ മുന്നിൽ നമ്മളിരുന്നാൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് മറ്റുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടത്, കാണുന്ന കാഴ്ചക്കാരും കേൾവിക്കാരും അതെല്ലാം ഉൾക്കൊള്ളും. എങ്കിലും ഇതുമായിട്ട് ബന്ധമുള്ളവർക്കാണ് ഇതേപ്പറ്റി കൂടുതൽ അറിയാൻ കഴിയുക. അപ്പോൾ ഓരോ എപ്പിസോഡ് ചെയ്യുമ്പോഴും അത്രമാത്രം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ചിട്ടാണ് ഇത്രയും വരെ എത്തിയത്. 94ാമത്തെ എപ്പിസോഡ് ഇന്ന് രാത്രി സ്പാർക്ക് മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയാണ്. ജൂലൈ മാസം 6-ാം തീയതി 101ാമത്തെ എപ്പിസോഡും ചെയ്യുകയാണ്. അതോടുകൂടി
ഈ പ്രോജക്റ്റ് അവസാനിക്കുകയാണ്. ശങ്കരം എന്നുള്ള നോവൽ 38 എപ്പിസോഡായിട്ട് അവതരിപ്പിച്ചു. അതും ഏകദേശം എൻ്റെ നോവൽ വായിക്കുകയും അതിൻ്റെ ദൃശ്യാവിഷ്കാരം കാണുകയും ആസ്വദിക്കുകയും ചെയ്ത ഏകദേശം 1,00,000-ഓളം 50,000 പേരോളമാണ്. ഇത് കവിതയാണ്. കവിതയുടെ ആസ്വാദന വേദി വളരെ കുറവാണെങ്കിലും ഞാൻ നിങ്ങളോട് ഇത് സംസാരിക്കുമ്പോൾ ഏകദേശം 16,000 ചിൽവാനം പ്രേക്ഷകർ, ആസ്വാദകർ ഇത് ആസ്വദിച്ചു കഴിഞ്ഞു, കണ്ടു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിൽ കൂടുതലൊന്നും ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല. ഇതിൻ്റെ തുടർന്നുള്ള ചിത്രീകരണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. കാണുമല്ലോ, ആസ്വദിക്കുമല്ലോ. ഇവിടെ ഇതേക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നിർത്തട്ടെ. ഇതിനോടൊപ്പം പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദിയും ഇത് ആസ്വദിച്ച എല്ലാവർക്കും വിനീതപൂർവമായ നന്ദി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേഷ്. നമസ്കാരം.